പെട്ടെന്ന് പിന്നിൽ കേട്ട കാലൊച്ചയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. മങ്ങിയ വെളിച്ചത്തിൽ അവിടെ നിന്നിരുന്നത് വെളുത്ത മുടിയുള്ള, ചുളിവുകൾ വീണ മുഖമുള്ള ആ പഴയ കാര്യസ്ഥൻ കുറുപ്പായിരുന്നു. കയ്യിലൊരു കത്തുന്ന റാന്തൽ വിളക്ക്. രാഘവൻ നായരുടെ മകൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല. കുറുപ്പിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവൻ ആ ഫോട്ടോ പെട്ടെന്ന് മറച്ചു പിടിച്ചു. കുറുപ്പേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആ മുഖം, അത് എൻ്റെ അമ്മയല്ലല്ലോ? അവൻ്റെ ചോദ്യം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. കുറുപ്പ് ഒന്നും മിണ്ടാതെ ജനാലയ്ക്കൽ ചെന്ന് നിന്നു. പുറത്ത് മഴ വീണ്ടും കനത്തു തുടങ്ങിയിരിക്കുന്നു. സത്യങ്ങൾ എപ്പോഴും മനോഹരമായിരിക്കില്ല മകനെ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഏൽപ്പിച്ച ഈ താക്കോൽ കൂട്ടം ഉണ്ടല്ലോ, ഇതിൽ തറവാട്ടിലെ എല്ലാ മുറികളും തുറക്കാനുള്ള താക്കോലില്ല. ഒരു മുറി മാത്രം പണ്ടേ പൂട്ടപ്പെട്ടതാണ്. കുറുപ്പ് വിരൽ ചൂണ്ടിയത് തറവാടിൻ്റെ മുകളിലത്തെ നിലയിലെ ആ ചെറിയ ചില്ല് ജനാലയുള്ള മുറിയിലേക്കായിരുന്നു. അവിടെ ഒരു വിളക്ക് തെളിയുന്നത് അവൻ കണ്ടു. ആരും താമസിക്കാത്ത ആ മുറിയിൽ ആരാണ് വിളക്ക് കൊളുത്തിയത്? ഭയവും ആകാംക്ഷയും നിറഞ്ഞ മനസ്സോടെ അവൻ പടികൾ കയറി മുകളിലേക്ക് നടന്നു. ഓരോ ചവിട്ടുപടിയിലും പഴയ മരത്തിൻ്റെ കരച്ചിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പൂട്ടിക്കിടന്ന ആ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ഉള്ളിൽ നിന്ന് നേർത്ത ഒരു പാട്ടിൻ്റെ മർമ്മരം കേട്ടു.